പണ്ട് മുതലേ ഞാൻ പറയുമായിരുന്നു അമ്മയുടെ അടുത്ത് എനിക്ക് ദൂരെ പോയി പഠിക്കണം. പക്ഷേ ഹോസ്റ്റലിലേക്ക് മാറിയ ശേഷം എനിക്ക് ആ ഇതങ്ങ് മാറി. അതായത് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്നത് പോലെ അത്ര സിമ്പിളല്ല, യുനോ. കാരണം ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, പിന്നെ എന്താ പറയുക, അവിടെ ഇല്ലാത്ത, അവിടെ കിട്ടാത്ത സംഭവങ്ങളൊന്നും. റീലൊക്കെ കാണുമ്പോൾ ഡാൻസ് കളിക്കുന്നു, റീലെടുക്കുന്നു, വാർഡനായിട്ട് പൊളിക്കുന്നു, ഇതൊക്കെയാണ് ഹോസ്റ്റൽ ലൈഫ് എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. പക്ഷെ അങ്ങനല്ല. ഹോസ്റ്റൽ ലൈഫ് ഈസ് വെരി ഹാർഡ്. പിന്നെ ചിലർക്കത് ഓവർകം ചെയ്യാൻ പറ്റും, ചിലർക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഓവർകം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തൊരു ടൈപ്പാണ്. ഞാനിപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് തുടങ്ങിയത്. സോ അതിൻ്റേതായ ഫസ്റ്റ് ഇയറൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ വളരെ കുഴപ്പമില്ല, ഓക്കെ ഒരു മോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ആയിട്ടില്ല. ഈ പറയുന്നത് മേ ബി ഹോസ്റ്റലേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കമൻറ്റ് ബിലോ. അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇത് ആക്ച്വലി കുറവാണ്, മെയിൻലി ഫുഡാണ് ഞാൻ കൊണ്ടുപോകാറ്. പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ച് പാക്ക് ചെയ്തു. അതേപോലെ ബുക്ക് 2 ഉള്ളൂ കേട്ടോ. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കാറില്ലല്ലോ. ഈ 2 ദിവസമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ കൂടി പോയ നഴ്സിംഗ് ലൈഫിൽ ലീവൊന്നും അങ്ങനെ കിട്ടാറില്ല. മേ ബി 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ്. അത് കഴിഞ്ഞ് തിരിച്ച് ഈ പാക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സങ്കടം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ പോയല്ലേ പറ്റൂ, പഠിച്ചല്ലേ പറ്റൂ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പാക്കൊക്കെ ചെയ്ത് പോവും. അടുത്ത ലീവ് എന്നാന്ന് കാത്തിരുന്ന് പോവും. മാക്സിമം നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സിമ്പിളായിട്ട് ജീവിക്കുക, കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക ലൈഫ്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാഷേ.